നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു 62 സങ്കീർത്തനം, അതിൻ്റെ 5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്ക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. സ്തോത്രം. ദൈവത്തിൽ പ്രത്യാശ വെച്ചെഴുതിയ ഈ സങ്കീർത്തന ഭാഗത്തിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ടുള്ള ഈ സങ്കീർത്തന ഭാഗം തളർന്നിരിക്കുന്നവർക്ക് മുമ്പിൽ ഇതുപോലൊരു സങ്കീർത്തന ഭാഗം കേൾക്കുമ്പോൾ ഒന്നുകൂടെ ബലമാണ്. ആമേൻ. ഹല്ലേലൂയ. വചനം നമ്മൾ കേൾപ്പിക്കുന്നു, എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. സ്തോത്രം. കാരണം ഇവിടെ തൊട്ടു മുമ്പുള്ള വചനഭാഗത്തിൽ പറഞ്ഞുണ്ട്, അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്ര അവർ നിരൂപിക്കുന്നത്. അവർ പോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഇതുപോലുള്ള ഒരു പറ്റം ജനത്തെ കണ്ടുകൊണ്ട് ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നൊരു പ്രാർത്ഥന എത്ര അനുഗ്രഹം. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു, മറ്റാരിൽ നിന്നുമല്ല. ചുറ്റിനും നിൽക്കുന്നതെല്ലാം നിന്ദിക്കുന്നവരും പഴിക്കുന്നവരും അവൻ്റെ പദവിയിൽ നിന്ന് തള്ളിയിടാൻ നോക്കുന്നവരുമാണ്. എന്നാൽ ദാവീദ് രാജാവിൻ്റെ മനസ്സ് എത്ര അനുഗ്രഹമാണ്. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. ആരൊക്കെ നോക്കിയാലും ഒരു വിശ്വാസി, ദൈവകൃപ കണ്ട ഒരു വിശ്വാസി, ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചിട്ടുള്ള ഒരാൾ, അസാധ്യമായ കാര്യങ്ങളിൽ സാധ്യമാക്കിയ ദൈവത്തിൻ്റെ മഹത്വം കണ്ടെത്തിയവർക്ക് ചുറ്റുവട്ടത്തും എത്ര നിന്ദിക്കുന്നവരും പഴിക്കുന്നവരും ഉണ്ടെങ്കിലും, ദൈവമക്കളെ, ആരൊക്കെ ആ പദവിയിൽ നിന്ന് തള്ളിയിടാൻ നോക്കിയെങ്കിലും ഉള്ളത്തെ ദൈവത്തിലേക്ക് വെച്ചിരിക്കുക. ആമേൻ. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. ആമേ. സ്തോത്രം. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. ചുറ്റിനും നോക്കിയാൽ വീണു പോകാം, പക്ഷെ നോക്കേണ്ടവരെ നോക്കിയാൽ വീണു പോകില്ല. ദൈവമക്കളെ, ചുറ്റിനും നോക്കിയാൽ എന്നേ വീഴാമായിരുന്നു, എന്നേ ഉടഞ്ഞു പോകാമായിരുന്നു. എന്നാൽ വിളിച്ചവങ്കിലേക്ക് നോക്കിയത് കൊണ്ട് ദൈവമക്കളെ, പ്രതികൂലങ്ങളുടെ നടുവിൽ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തെ ഇന്നും ഈ സമയം വരെയും സ്തുതിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചില്ലേ? ഈ ദൈവസ്നേഹം എത്ര വലുത്! ഇതിന് തുല്യം നിൽക്കാൻ ഈ ലോകത്ത് എന്താണുള്ളത്? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി കാത്തിരുന്ന അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരും ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശത്രുക്കൾ നിമിത്തമുള്ള പോരാട്ടത്തിൻ്റെ നടുവിൽ ദാവീദ് രാജാവിൻ്റെ ഉറപ്പും വിശ്വാസവും എത്ര വലുതായിരുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിലേക്ക് ഉള്ളത്തെ സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, അങ്ങ് തന്നെ എനിക്ക് ഗോപുരമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറെ കുലുങ്ങുകയില്ല എന്നുള്ള വചനഭാഗം ഇവിടെ കേൾക്കുമ്പോൾ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന് ഉറപ്പിച്ച് ദൈവസന്ധി പറയുമ്പോൾ, ദൈവമായ കർത്താവേ, നിങ്കലുള്ള ഭക്തിയും വിശ്വാസവും എത്ര വലുതായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഏഴകളെ പൊടിയോളം താഴ്ത്തുകയാണ് കർത്താവേ. ചുറ്റുമുള്ള പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ ഒന്നും നോക്കാതെ വിളിച്ച ദൈവത്തെ നോക്കിക്കൊണ്ട്, സൗഖ്യം തന്ന ദൈവത്തെ നോക്കിക്കൊണ്ട്, സമാധാനം തന്ന ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട്, ആമേ. സ്തോത്രം. ഇത്രത്തോളം എൻ്റെ കർത്താവിന് വേണ്ടി ആയിത്തീരുവാൻ നിങ്ങളെ സഹായിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, വിശ്വാസികളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ. എടുത്തു പറയാൻ ഒരു ഗുണവുമില്ല, എടുത്തു പറയാൻ ഒന്നുമില്ല. തന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട്, ദൈവം തന്ന കൃപാവരങ്ങളെ ഓർത്തുകൊണ്ട്, സൗഖ്യത്തെ സമാധാനത്തെ ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടി ആ പാദപീഠത്തിൽ വാടാമലരായി കിടക്കുവാൻ പിതാവേ, അടികളെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
യേശുവേ സ്തോത്രം. ഹല്ലേലൂയ.